ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തരാനാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ നമുക്ക് സംഭവം കാണാം. ഇതാണ് അഗേരോ ബ്രാൻഡിൻ്റെ എഗ്ഗ് ബോയിലർ ആൻഡ് പോച്ചർ. നമ്മുടെ വീട്ടിൽ എന്നും മുട്ട പുഴുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സംഭവം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അഗേരോ ബ്രാൻഡിന്റെ എഗ്ഗ് ബോയിലർ. ഇതിൽ നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് ബുൾസൈ പോലെ ഉണ്ടാക്കില്ലേ, പോച്ചർ, അതും ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട്, ട്രൈ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഇത് എങ്ങനെയാ യൂസ് ചെയ്യണമെന്നൊക്കെ ഇത് നമുക്ക് തുറന്നു നോക്കിയിട്ട് പറയാം. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിനിവിടെ പവർ സ്വിച്ച് ഉണ്ട്, ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്, പവർ സ്വിച്ച് ഉണ്ട്. ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു ട്രേ വെച്ചിട്ട് എഗ്ഗ് വെച്ചിട്ട് മൂടുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോരോ പാർട്ടുകളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതില് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് തുറന്നു നോക്കിയാലോ. ഇത് എങ്ങനെ യൂസ് ചെയ്യണം, ഇതിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാർഡ് ഉണ്ട് കേട്ടോ ഇതില്. പിന്നെ ഇതൊരു ട്രേ ആണ്, എഗ്ഗുകൾ വെക്കാനുള്ള ട്രേ ആണ്. ഇത് വാട്ടർ മെഷർ ചെയ്തിട്ട് ഒഴിക്കാനുള്ള ഒരു കപ്പ് ഉണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു പിന്നുണ്ട്, അതെന്തിനാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എഗ്ഗ് പോച്ചർ ഉണ്ടാക്കാനുള്ള ഒരു ട്രേ ഉണ്ട്. പിന്നെ ഇതിന്റെ അടപ്പാണ്, നമുക്ക് സീ ത്രൂ ആയിട്ടുള്ള ഒരു അടപ്പുണ്ട്, നമുക്ക് ഉള്ളിലോട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, അഗാരോന്റെ എഗ്ഗ് ബോയിലിംഗ് മെഷീൻ. ഇതിലാണ് നമ്മൾ വാട്ടർ ഒഴിക്കുന്നത്. ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഈ മെഷർമെന്റ് കപ്പില് വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. അപ്പോ ഇതാണ് നമ്മുടെ മെഷീൻ വരണത്. ഇതില് ഇങ്ങനെ ഒരു തട്ടുണ്ട്, അത് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ എഗ്ഗുകൾ വെക്കുക. പിന്നെ ഇങ്ങനെ ഒരു ടോപ്പ്, എഗ്ഗ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ ടോപ്പ് കൊണ്ട് അടച്ചിട്ടാണ് നമ്മൾ ഓൺ ചെയ്യുക. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണ് ഇതിൽ നിന്ന് വെള്ളം ഒഴിക്കുക. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പോ ഇതിൽ വരുന്ന സംഭവങ്ങൾ എന്തിട്ടൊക്കെയാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ട്, അതിന്റെ ബാക്കില് എഗ്ഗിന് ഹോൾ ഇടാനുള്ള ഒരു സംഭവം ഉണ്ട്. ഇതെന്തിനാന്ന് ഞാൻ പറയാം. എഗ്ഗിന് ഹോൾ ഇടാനുള്ള ഒരു പിന്നുണ്ട്. ഇതിന്റെ ഇപ്പുറത്ത് മെഷറിംഗ് കപ്പാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതിൽ ഈ ഒരു സ്പേസിലാണ് ഇതിൽ മെഷർ ചെയ്ത വെള്ളം ഒഴിക്കുക. പിന്നെ ഇങ്ങനെ ഒരു എഗ്ഗ് വെക്കാനുള്ള ട്രേ ഉണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു അടപ്പുണ്ട്. ഇതാണ്. പിന്നെ ഇത് എഗ്ഗ് പോച്ചറാണ്. ഇതിൽ മുട്ട നേരിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ബുൾസൈ ഒക്കെ ചെയ്യണ പോലെ ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട് അവര്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെയാണ് ഞാൻ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്, അതാണ് ഇവിടെ സെറ്റ് ആക്കിയതിനെ. അപ്പൊ ഞാൻ പ്ലഗ് പോയിന്റിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഓൺ ആക്കാനായിട്ട്. ഇപ്പൊ സ്വിച്ച് ഓൺ ആക്കാം നമുക്ക്, എന്നിട്ട് ഇത് ഓഫ് ആക്കിയിടാം. എത്ര മുട്ടയാണെങ്കിലും സോഫ്റ്റ് ബോയിലാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 35 ml വാട്ടറും 5-8 മിനിറ്റോ വേണ്ടു. പിന്നെ മീഡിയം ബോയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 55 ml വെള്ളം ഒഴിക്കണം. 10 തൊട്ട് 12 മിനിറ്റ് വരെയാണ് ആവശ്യം വരിക, സമയം വേണ്ടത്. പിന്നെ നന്നായി ബോയിൽഡ് എഗ്ഗാണ് നിങ്ങൾ കഴിക്കാറുള്ളത് എന്ന് വെച്ചാൽ 85 ml വെള്ളം ഒഴിക്കണം. 11 തൊട്ട് 15 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയി കിട്ടും. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു മീഡിയം ലെവൽ ബോയിലിംഗ് ആണ്. എനിക്ക് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വേവിച്ചേക്കാളും ഒരിത്തിരി മീഡിയം ടൈപ്പ് ബോയിൽ ചെയ്ത എഗ്ഗാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു മീഡിയം ലെവലായിട്ട് ബോയിൽ ചെയ്യാൻ പോവാണ്. 2 എഗ്ഗ് ആദ്യം നമുക്ക് ബോയിൽ ചെയ്ത് നോക്കാം. അപ്പൊ മീഡിയം ബോയിലിങ്ങിന് പറഞ്ഞിരിക്കുന്നത് 55 ml വെള്ളം ഒഴിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് 55 ml വെള്ളം എടുത്തിട്ട് അതിലൊഴിക്കാം, എന്നിട്ട് ഓൺ ആക്കാം. അപ്പോ മെഷറിംഗ് കപ്പിൽ ഞാൻ 55 ml ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ എമ്മലും 55 ml വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. പിന്നെ 1 മുട്ട വെച്ചാലും 2 മുട്ട വെച്ചാലും 8 മുട്ട വെച്ചാലും അതില് ഒഴിക്കുന്ന വെള്ളത്തിന്റെ അളവും സമയവും കറക്റ്റ് ആണ് കേട്ടോ. മുട്ട കൂടുതൽ എണ്ണം വെക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിന്റെ അളവൊന്നും കൂട്ടണ്ട. അതിൽ പറഞ്ഞിരിക്കുന്ന അതേ സമയം അതിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ വെള്ളം ഒഴിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ അതിന്റെ റിവ്യൂ പറയാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 55 ml വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ.
അപ്പൊ 55 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു നീഡിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ ഇവിടെ ഒരു നീഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഒരു നീഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അതെന്തിനാന്ന് വെച്ചാ ഈ മുട്ടയുടെ വൈഡർ പോർഷൻ, അതായത് ഇത്രയും കൂർമൊന പോലെ ഇരിക്കുന്നതല്ല, നന്നായി റൗണ്ട് ആയിട്ടിരിക്കുന്ന പോർഷനിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക, ചെറിയൊരു ഹോൾ ഇടാം. ഇനിയിപ്പോ നമുക്ക് എഗ്ഗ് വെക്കാനുള്ള ഈ ഒരു ട്രേ വെച്ച് കൊടുക്കാം. അപ്പോ ഇത് വെച്ചിട്ട് ഇതിന്റെ താഴെ ഒരു ചെറിയ ഹോള് നമ്മൾ ഇട്ട് കൊടുത്തു. മുട്ടയുടെ അടിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ള എയർ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മുട്ട ബോയിൽ ചെയ്യണതിന്റെ ഇടയിൽ വരുന്ന ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലോ, പൊട്ടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് ഒഴിവാക്കി കിട്ടും. അപ്പൊ അടുത്ത മുട്ടയുടെ അടിയിലും ഞാൻ അതുപോലെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതും കൂടി വെക്കുകയാണ് കേട്ടാ. അപ്പൊ 2 മുട്ട 2 സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലിഡ് കൊണ്ട് അടച്ചു വെക്കാം. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലിഡാണ്. നമുക്ക് ഇതിന്റെ ഉള്ളില് മുട്ട വേവണത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കാണാനും പറ്റും. അങ്ങനത്തെ ഒരു ലിഡാണ് ഇതിനവർ കൊടുത്തിരിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്കിനി ഇതൊരു 11 മിനിറ്റ് നേരത്തേക്ക് ഓൺ ആക്കിയിട്ട് വെക്കണം. അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്താലോ? അതിനായിട്ട് ഇവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്, അതിൽ തൊട്ടിട്ട് ഒന്ന് ഞെക്കി കൊടുത്താൽ സംഭവം ഓൺ ആയിട്ടുണ്ട്. ഇനി 11 മിനിറ്റ്, ഇപ്പോ 11:40 ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫോണില് 11:40 ആയിട്ടുണ്ട്. അപ്പൊ ഒരു 10 തൊട്ട് 12 മിനിറ്റ് വരെ. അപ്പൊ അതായത് ഇനി ഒരു 50 അല്ലെങ്കിൽ 52 ആവുമ്പോ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് മുറിച്ചു നോക്കാം. ബോയിൽ ആവുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീം വന്നു തുടങ്ങി, നോക്കൂ കണ്ടോ. സ്റ്റീം ഉള്ളിലേക്ക് വന്നു തുടങ്ങി, വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈറ്റ് ഇനി 11-12 മിനിറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഇതിൽ 55 ml വെള്ളമല്ലേ ഒഴിക്കാൻ പറഞ്ഞേക്കണേ. അത് ഒഴിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, വളരെ കുറച്ചുള്ള പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതിൽ ഈ മുട്ട ബോയിലായി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അത് ബോയിലായിട്ട് അതിന്റെ മുകളിൽ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറുതായിട്ട് പുക പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ മൊത്തം ഈർപ്പം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് തുറന്നിട്ട് മുട്ട മുറിച്ച് നോക്കാട്ടാ, എന്തോരം വെന്തിട്ടുണ്ടെന്ന് അറിയാലോ. ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ വെള്ളം തിളയ്ക്കുന്നത്. പക്ഷെ ഇത്രയും ചെറിയ അളവ് വെള്ളത്തോണ്ട് ഈ മുട്ട ബോയിലായി കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ലൈറ്റ് ഇല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ബ്ലൂ ലൈറ്റ്, അത് കുറച്ചു നേരം കഴിയുമ്പോൾ അതൊന്ന് ഓഫ് ആവും. അത് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കണ്ട, കറക്റ്റ് ആ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഓഫ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലിങ്ങനെ ഓഫ് ആവും, ഇടയ്ക്ക് ഓൺ ആവും, അത് പ്രശ്നമല്ല കേട്ടോ. പിന്നെ ചില മുട്ടകൾക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ വാട്ടർ ആവശ്യം വരും. അത് സയൻസ് ആണ്, ഇവരുടെ മിസ്റ്റേക്ക് അല്ല. ചില മുട്ടകൾ വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ വേണമെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന വെള്ളം ഒരു പൊടിക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി വെള്ളത്തിന്റെ കുറവ് കൊണ്ട് നമ്മുടെ മുട്ടയുടെ വേവ് കുറയണ്ട, കറക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില മുട്ടകൾ വേവാൻ സമയം എടുക്കും എന്നാണ് പറയണേ. ചില മുട്ടകൾക്ക് കൂടുതൽ വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് സയൻസ്. അപ്പൊ സയൻസ് തെറ്റായിരിക്കില്ലല്ലോ, ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തേണ്ട കൂടുതൽ. അപ്പോ സമയം 11:52 ആയിട്ടുണ്ട്. കറക്റ്റ് 12 മിനിറ്റ് ആയിട്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം, വേവായോ ഇല്ലേ എന്നുള്ളത് തുറന്നു നോക്കാം. ഞാൻ ഇതിന്റെ ട്രേ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഈ സമയം വെച്ച് അവർ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഈ 2 മുട്ടയും ഓക്കെ ആയിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മുറിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഈ 2 മുട്ട അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ചെറുതായിട്ട് ആ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കതൊന്ന് മുറിച്ചു നോക്കാം. അതിന്റെ വേവ് എന്തായി, കറക്റ്റ് ആയോ എന്നുള്ളത് മുറിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. ഈ സാധനം വർക്ക് ചെയ്യണ്ടോ, നിങ്ങൾ വാങ്ങണോ വേണ്ടെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഹോൾ ഇടണ കാരണം കൊണ്ട് മുട്ട ബ്രേക്ക് ആവില്ല എന്നാണ്. അതൊരു തരത്തിൽ ശരിയാണ്. ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ച 2 എഗ്ഗുകളും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടില്ല, അതായത് വൈറ്റ് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഇനി അതിന്റെ ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന്, അതായത് അതിന്റെ തോട് പൊളിച്ച് കാണിച്ചു തരാം. അപ്പൊ ഈസി ആയിട്ട് പോരുണ്ടോ നോക്കാം. അങ്ങനെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരുന്ന പറയണേ. അപ്പൊ ഞാനത് തുറന്ന് കാണിക്കാം. പിന്നെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പൊളിച്ച് മുറിച്ച് നോക്കാം, അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കരും എല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇത് മുറിച്ച് കാണിച്ചു തരാം. ആദ്യം ഇത് അവർ പറഞ്ഞ പോലെ ഈസി ആയിട്ട് പൊളിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പൊട്ടിപ്പൊളിഞ്ഞു പോവാതെ പൊളിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കാം. അവര് പറഞ്ഞത് കറക്റ്റ് ആണ്. തൊലിയൊക്കെ അതേ
ആ ഓട്ട ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു തൊലിയൊക്കെ ഇതാ സുഖമായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. മുട്ടയ്ക്ക് ഒരു പ്രശ്നവും പറ്റാണ്ട് കണ്ട. അപ്പൊ അത് അവര് പറഞ്ഞത് കറക്റ്റാണ്. ഒരു കുഴപ്പമില്ലാണ്ട് മുട്ട ബോയിലായി കിട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് അതിന്റെ തോടും പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മുട്ട റെഡി. അത് മാറ്റി വെച്ച് നമുക്ക് അടുത്തതും കൂടി തോട് പൊളിക്കും. സുഖമായിട്ട് ഈ മുട്ടയുടെ തൊണ്ട് പൊളിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. അവര് പറഞ്ഞതില് തെറ്റില്ല. കറക്റ്റായിട്ട് മുട്ട വെന്തിട്ടും ഉണ്ടെന്നാണ് എൻ്റെ കണ്ടക്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2 മുട്ടയും തോട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മുറിച്ചു നോക്കാം. കുഴപ്പമില്ല കേട്ടാ, സംഭവം കലക്കനാണ്. ഇതാ നോക്കൂ, കറക്റ്റായിട്ട് വെന്തിട്ടില്ലേ നോക്കി. നല്ല രസമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വേവാണ് എനിക്കിഷ്ടം. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും, ചില മുട്ടകൾക്ക് വേഗം കുറച്ചധികം സമയം വേണം, വെള്ളം വേണം എന്നൊക്കെയാണല്ലോ. ഇല്ല, എല്ലാ മുട്ടയും 2 മുട്ടയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് ബോയിലർ. അതിൽ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്ത് സക്സസ് ആയി. ഇനി നമുക്ക് എഗ്ഗ് പോച്ചർ എന്ന് പറയുന്ന സംഭവമില്ലേ, അതൊന്നും ഉണ്ടാക്കി നോക്കാം. എഗ്ഗ് ബോയിൽ ചെയ്തത് എന്തായാലും നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ, പിള്ളേരെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത സംഭവം ഉണ്ടാക്കാം. അടുത്തത് നമ്മുടെ എഗ്ഗ് പോച്ചിങ് ആണ്. ദാ അതും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് 1, 2, 3 സ്റ്റെപ്സ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മെഷറിംഗ് കപ്പില് 120 ml വാട്ടർ എടുത്ത് ഒഴിക്കണം. അപ്പൊ അത് ആദ്യം ഒഴിക്കാം. അപ്പൊ ഞാൻ 120 ml വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ പോച്ചിങ് ട്രേ ഇതാണെങ്കിലും ഇത് ഡയറക്റ്റ് അതിലേക്ക് വെക്കാൻ പാടില്ല. മറ്റേ എഗ്ഗ് വെക്കുന്ന ട്രേ വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം ഇത് വെക്കാൻ. പിന്നെ ഇത് വെക്കുന്നതിന് മുമ്പ്, ഇതിൽ മുട്ട ഒഴിക്കുന്നതിന് മുമ്പ് ഗീയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മുട്ട ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം മറ്റേ തട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഈ തട്ട് വെച്ചിട്ട് ഇതിന്റെ മേലെ വേണം എഗ്ഗ് പോച്ചർ ഉണ്ടാക്കുന്ന ഈ ഒരു തട്ട് വെക്കാനായിട്ട്. ഇതിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കട്ടെ. ഇതിൽ ഞാൻ കുറച്ച് എണ്ണയല്ല, ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതിൽ നിന്ന് മുട്ട സുഖമായിട്ട് പോരാനായിട്ട് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വെക്കാം. നേരത്തെ ഞാൻ 2 മുട്ടയാണ് ബോയിൽ ചെയ്തത്. ഇത്തവണ നമുക്ക് 4 എഗ്ഗ് പോച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മള് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണേൽ കുറച്ച് സോൾട്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം. അതിൽ തന്നെ ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗ് ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമല്ലോ, 1-2 മിനിറ്റ് ആണ് ഇതിന് വേണ്ടൂന്നാണ് പറഞ്ഞത്. ജാനുവിന് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൽ വലിയ കാര്യമായിട്ട് എരിവ് ഇട്ടിട്ടില്ല കേട്ടാ. അപ്പൊ ഇതിലെ ഓഫ് ബട്ടണുമുള്ള ലൈറ്റ് കെടുല്ലോ, 1 മിനിറ്റിന് ശേഷം ഇതിൽ കെടും. ആ കെടുമ്പോ തന്നെ ഇത് റെഡി ആവുമെന്നാണ് പറയണേ. പക്ഷെ അതിന് കുറച്ചു നേരം കൂടി അതൊന്ന് തണുക്കാനായിട്ട്, ആ ചൂടൊന്ന് പോണ വരെ അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയണേ. അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ലിഡ് എടുത്ത് അത് ക്ലോസ് ചെയ്തിട്ട് ഓൺ ആക്കാം. അപ്പൊ നമുക്ക് ഈ ലിഡ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി ഇതിന്റെ ലൈറ്റ് ഓഫ് ആവുമ്പോഴാണ് നമ്മുടെ എഗ്ഗ് പോച്ച് റെഡി ആവാന്ന് പറയണേ. നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ബുൾസൈസ് പോലത്തെ ഒരു സംഭവം, അതായത് ബുൾസൈ എന്നാണ് ഞാൻ പറയണേ, എഗ്ഗ് പോച്ച് എന്നാണ് അവര് പറയണത്. പിന്നെ ഈ ഒരു പോച്ചർ ട്രേ വെച്ചിട്ടേ ഞാൻ ചെയ്ത ഈ ഒരു റെസിപ്പി അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ റെസിപ്പീസും ചെയ്യാൻ പറ്റൂട്ടാ. അതായത് ഇപ്പൊ ഞാൻ ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമല്ലേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ്സോ അല്ലെങ്കിൽ സവാളയോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ അരിഞ്ഞിടാം. പിന്നെ ഈ ചില്ലി ഫ്ലേക്സിന് പകരം എരിവിന് മുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ പെപ്പർ പൗഡറോ നമ്മുടെ കുരുമുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ബുൾസൈയുടെ സെയിം ടേസ്റ്റ് ആയിരിക്കണം അല്ലെ. കാണുമ്പോ അങ്ങനെയാണ് അതിന്റെ ഒരു ലുക്ക് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും ഇതിന്റെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ലൈറ്റ് ഓഫ് ആവട്ടെ,
അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ പറയാം നിങ്ങളോട് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവലൊക്കെ ചെയ്യാണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ടല്ലോ, വെള്ളല്ലേ വേണ്ടു, മുട്ട എവിടുന്ന് വാങ്ങാൻ കിട്ടുമല്ലോ. നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം പട്ടിണി കിടക്കാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റൂട്ടാ. ഇതിന്റെ MRP വരുന്നത് 2000 സംതിങ് ആണ്. പക്ഷെ ഒരു 900 എബോവ് വരുന്ന റേറ്റിൽ നമുക്കിത് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ സംഭവം ഞാൻ പറയാൻ വെച്ച സംഭവം നല്ലതൊക്കെ തന്നെയാ. സംഭവം ഏകദേശം ആവാറായിട്ടുണ്ട്. ഇത് വാങ്ങിച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഉപയോഗം. പിന്നെ വീട്ടിലൊക്കെ പിന്നെ അധികം നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്യേണ്ട. ഇതിലാവുമ്പോൾ പെട്ടെന്ന് സംഭവമായി കിട്ടും. പിന്നെ ഇത് അവിടെ വെച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണോണ്ട് തന്നെ ഓണാക്കി വെച്ച് ഇപ്പൊ ബാത്റൂമിൽ പോവേ വല്ല പണികൾ എടുക്കുകയോ ചെയ്താലും പ്രശ്നമൊന്നും വരില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ യൂസ്ഫുൾ ആവാ ഹോസ്റ്റലിൽ താമസിക്കണ ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ജീവിക്കുന്ന കുട്ടികള്, ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയില്ലേ, അവർക്കൊക്കെ ഈ സംഭവത്തിന് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എഗ് പോച്ചർ എങ്ങനെയുണ്ട് നോക്കാം. എഗ്ഗിന്റെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പൊ അടുത്ത് തന്നെ ഈ ലൈറ്റ് ഓഫ് ആവുമെന്നാണ് എനിക്ക് തോന്നണേ. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നോക്കാം. ആ സ്റ്റീം വന്നിട്ട് കണ്ടോ, വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണേ. ആ സ്റ്റീമിലാണ് കേട്ടോ ഇത് വേവണത്. അപ്പൊ എന്തായാലും ഇത് ഞാൻ ചെയ്തിട്ട് പിള്ളേർക്കും കൊടുക്കാം, ഞാനും കഴിക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അതിനിടയിൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാളെന്നെ ഒച്ചെടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ കുക്കിങ്ങിന്റെ ഇടയിൽ അവിടെ ഒരുത്തം വന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാന്നറിയില്ല, ഇവനെ എന്നും ഈ സമയത്ത് വന്നിട്ട് ഇവിടെ ഒച്ച ഉണ്ടാക്കില്ല. എന്നാ കൂടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം നോക്കാൻ വന്നാന്നാ ഞാൻ വിചാരിച്ചത്, ഇവനും ഇവന്റെ പെണ്ണും കൂടിയിട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി അങ്ങോട്ട് പോണുള്ളൂ, കൂടൊന്നും ഉണ്ടാക്കണം കാണാനില്ല. പിന്നെ എൻ്റെ ബലമായ സംശയം, എൻ്റെ മരത്തിലിരിക്കുന്ന എവിടെയത് ഈ കൂടിനുള്ളിൽ വല്ല മുട്ട ഉണ്ടെങ്കിൽ അതന്വേഷിച്ച് വരണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എവിടെ പോയി? ഇവരെന്നും ഉച്ചയാകുമ്പോ വന്ന് ഈ വക ഒച്ചെടുക്കലാണ്. കിടന്നുറങ്ങാൻ വെച്ചാൽ ഞാൻ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റ് എന്താണാവോന്ന് നോക്കും. നമ്മുടെ നടുമുറ്റത്ത് വന്ന് ഈ കിടന്ന് ഒച്ചെടുക്കുക, പുറത്തുള്ള ആളോട് ഇവിടെ നിന്ന് മോളിക്ക് നോക്കി വർത്താനം പറയാം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു ഹരം. പിന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. നമ്മളിതിൽ നടന്നാലും ഇവിടെ നിന്നാലൊന്നും അവർക്കൊരു പേടിയില്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണത്. സോ ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മുടെ സംഭവത്തിന്റെ ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ടുണ്ട് കണ്ടാ. അപ്പൊ നമുക്കൊരു 2 മിനിറ്റ് അതൊന്ന് തണക്കാൻ വെച്ചിട്ട് നമുക്കത് എടുത്ത് കഴിച്ചു നോക്കാം. കുറച്ച് നേരം കൂടി അതിൽ കൊടുക്കണം എന്നാണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടാ, ബെസ്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് നേരം അതിലൊന്ന് ഇരുന്നോട്ടെ എന്നാണ് അവർ പറയണേ. അപ്പൊ നമുക്ക് ഓക്കെ ഇരുന്നോട്ടെ, നമുക്ക് ഒരു തിരക്കൂല, അതിലിരുന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്കത് പുറത്തെടുത്തിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ എഗ് പോച്ചറല്ലേ എഗ് പോച്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്തൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സംഭവം എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കാണാനൊക്കെ എന്തോ ഒരു പ്രത്യേക ലുക്കൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെഷീന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ നോർമൽ വാഷ് ചെയ്യുമല്ലോ. അപ്പോ അതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ആ മെഷീൻ ഉണ്ടല്ലോ, ഈ ടോപ്പുകളും ട്രേകളും അല്ലാതെ ഈ മെഷീൻ ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് നന്നായിട്ട് സ്വൈപ്പ് ചെയ്ത് തുടച്ചെടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട്. ഇതൊക്കെ നന്നായി തുടച്ച് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് എടുത്തു വെക്കാം. ടേസ്റ്റ് ചെയ്യേണ്ട നേരമായപ്പോ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് തട്ടി നോക്കിയാലോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ സംഭവം എടുത്തു നോക്കാം. ഒമ്പടാ പുളിയാണല്ലോ. അതേ കിട്ടുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. സോറി, ഇല തിരിച്ച് വെക്കട്ടെ. ഫസ്റ്റ് വൺ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതാ സെക്കൻഡ് വൺ, അതാ നമ്മുടെ തേർഡ് വൺ, ഫോർത്ത് വൺ. സംഭവം റെഡി. ട്രെയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒട്ടിപ്പിടിത്തൊന്നും വരുന്നില്ല. നമ്മൾ മറ്റേ ഇതൊക്കെ തേച്ച കാരം കൊണ്ടായിരിക്കാം.
നമ്മുടെ എഗ് പോച്ചർ റെഡി. എഗ് പോച്ചറാ നമ്മുടെ ബുൾസൈ പോലത്തെ സംഭവം അത് റെഡി. അപ്പൊ ഇത് നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ. ഇതിന്റെ മഞ്ഞക്കരും ഒക്കെ ഇങ്ങനെ ഇരിക്കണ്ടേന്ന് അറിയണ്ടേ. ചൂടുണ്ട്. ഇതാ ശരിക്കും പുഴുങ്ങിയ മുട്ട പോലെ തന്നെ ഇരിക്കണേ, പക്ഷെ എന്നാ പുഴുങ്ങിയതും അല്ല. എന്താ പറയപ്പ ഇതിനെ. അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. സംഭവം കണ്ട പുഴുങ്ങിയ മുട്ടയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ, നോക്കൂ ഇല്ലേ. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്കറിയില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. സാധാരണ ബുൾസൈ അല്ല അത്, പുഴുങ്ങിയ മുട്ട പോലെ തന്നെ ഇരിക്കണേ. സത്യം പറഞ്ഞാ പുഴുങ്ങിയ മുട്ട പോലൊക്കെ തന്നെ, എന്നാ ചെറിയൊരു ബുൾസൈഡ് ടേസ്റ്റും വരുന്നുണ്ട്. അതാണല്ലേ ഇതിന് പേര് വേറെ ഒരു ഇട്ടേണേ. സംഭവം എന്തായാലും കലക്കി. ഞാൻ പിള്ളേർക്കും കൂടി കൊണ്ടു കൊടുക്കട്ടെ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാം. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ലൈറ്റ് ഓഫ് ആയാലും വേണമെങ്കിൽ ഒരു കുറച്ച് നേരം അതിലൊന്ന് വെച്ചോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി സെറ്റായി കിട്ടും എന്ന്. പിന്നെ അതില് എല്ലാ കാര്യങ്ങളും ആ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഞാൻ വേറെ പ്രൊഡക്ട്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വരുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടാം. നമ്മുടെ സ്റ്റീമർ ഇല്ലേ, തുണിയൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിങ് സാധനത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്യണത്, അത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ. പിന്നെ എൻ്റെ ചോപ്പർ ഉള്ളത് ഇങ്ങനെ വലിക്കണതല്ലേ, അപ്പൊ നമുക്ക് വലിച്ച് ഇതാവില്ലേ. പക്ഷെ ഇലക്ട്രിക് ചോപ്പർ ഉണ്ട് ഇവരുടെ കയ്യില്, അതും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ട് അതിന്റെ വീഡിയോസ് ഇടാം. പിന്നെ ഇതില് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സാധനമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുഴുങ്ങണ മുട്ടയേക്കാളും എനിക്ക് ഇഷ്ടം ഇത്. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കണേ. ഗുഡ്, സൂപ്പർ. പുഴുങ്ങണ സംഭവം പരിപാടി നിർത്തിയിട്ടേ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാം. പുഴുങ്ങിയ മുട്ടയുടെ ഒരു ഫീലും കിട്ടും. പക്ഷെ നമുക്ക് ഇതിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോൾ ഇടുന്ന സംഭവങ്ങളില്ലേ, അല്ലെങ്കിൽ നാളികേരം ചിരണ്ടി, ഞാൻ ഇവിടെ നാളികേരം ചിരണ്ടി ഇട്ടിട്ട് മുട്ട പൊരിക്കാറുണ്ട്. അപ്പൊ നാളികേരം ചിരകിയത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കാം. സൂപ്പറാണ്. ഞാൻ ഒരു ദിവസം അതിന്റെ റെസിപ്പി ചെയ്യാം. പാലക്കാട് ഭാഗത്തൊക്കെ മുട്ട പൊരിക്കുമ്പോൾ നാളികേരം ഇട്ടിട്ട് നന്നായി ഇതാക്കിയിട്ടാണ് മുട്ട പൊരിക്കുക. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തടുത്ത റെസിപ്പികളായിട്ട് ഞാൻ വരാട്ടോ. അപ്പൊ എന്തായാലും ഈ എഗ് പൗച്ചർ എന്ന് പറഞ്ഞ സംഭവം, എഗ് പൗച്ചർ തന്നെയല്ല, എഗ് ബോയിൽ ചെയ്യുന്ന ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ വാങ്ങിച്ചത് അഗാരോ ബ്രാൻഡിന്റെ ആണ്. സംഭവം കാണിച്ചു തരാം. അഗാരോ ബ്രാൻഡിന്റെ ഈ ഒരു എഗ് ബോയിലർ എല്ലാവർക്കും യൂസ് ആവണ ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ മുട്ട പുഴുങ്ങാനും ഇടാറുണ്ട്. പക്ഷെ ഇതൊരു വേറൊരു വെറൈറ്റി സാധനമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ നമുക്ക്. പിന്നെ പല പല വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും സംഭവം നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ വിചാരിച്ചത് വാങ്ങിച്ചു കഴിയുമ്പോൾ ഇത് നമ്മൾ എടുക്കോ ഉപയോഗിക്കോ OLX ഇട്ട് വിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യണ്ട, ഇത് റിട്ടേൺ ചെയ്യണ്ട. ഈ സംഭവം സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ. അപ്പൊ എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട്. അടിപൊളി സാധനം. ഇനിയും അടുത്തടുത്ത പ്രൊഡക്റ്റ് റിവ്യൂകളൊക്കെ വേണമെന്ന് വെച്ചാൽ വേഗം കമന്റിൽ പറഞ്ഞോ, ഹരിത ഇതുപോലത്തെ യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഇനിയും വേണം എന്നുള്ളത് കമന്റ് കിട്ടോ. അപ്പൊ ഞാൻ അടുത്തടുത്ത പ്രൊഡക്റ്റുകളായിട്ട് ഇതുപോലത്തെ വീഡിയോസ് ഇടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ ഇത് സെർച്ച് ചെയ്താലും കിട്ടും. അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലറിന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താണ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. ഞാൻ പിള്ളേർക്ക് കൊണ്ടു കൊടുക്കട്ടെ. ടാറ്റാ.